Hello guys, വെൽക്കം ബാക്ക് ടു ദ യെറ്റ് അനദർ വീഡിയോ ഫ്രീ Free ടു to ഭാഗ്യ Bhagya വ്ളോഗ്സ്. Vlogs. ഇന്ന് നമുക്ക് ഒരു എക്സാം ഉണ്ട്, അതിന്റെ കൂടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും റെഡി ആയി. അവള് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ലൊക്കേഷൻ എടുത്തു. നമുക്ക് രണ്ടുപേർക്ക് സ്ഥലം കറക്റ്റ് അറിയില്ല. സ്ഥലം നല്ലിടത്താണ്, പക്ഷെ സ്കൂള് ഈ ഒരു സ്കൂളാണ്. ഇപ്പൊ കറക്റ്റ് അറിയാത്തതുകൊണ്ട് മാപ്പ് ഇട്ടിട്ടാവുന്നത്. പിന്നെ അവസാന നിമിഷത്തെ പ്രിപ്പറേഷനിലായിരുന്നു. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. പിന്നെ ഞാൻ അവിടുന്ന് ടാറ്റയ്ക്ക് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. പിന്നെ കുറച്ച് ഒരു 3:30 ആയപ്പോ എക്സാം കഴിഞ്ഞ് അവിടെ വന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോ നെഗറ്റീവ് എന്താ അറിയില്ല അവസ്ഥ. നമുക്കിനി നേരെ എനിക്കൊന്ന് മുടി കെട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വേറൊരു കോമഡി ഉണ്ടായ ഒക്കെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഹാളില്. അപ്പൊ മറ്റേ ചെക്ക് ചെയ്യില്ല, ID കാർഡ് ചെക്ക് ചെയ്യും. അപ്പൊ എന്റെ പിറകെ വെക്കാൻ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അതിലെന്തോ ആ കാർഡ് പറ്റില്ല, ആ കുട്ടി പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റില്ലാണ്ട് ആധാർ എടുത്തോണ്ടിരിപ്പിച്ച്. അപ്പൊ എന്റെ കൂടെ ആയിരുന്നേ. അപ്പൊ നോക്കുമ്പോണ്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോടൊക്കെ ഇത് ഒറിജിനൽ അല്ലോ. ഞാൻ അങ്ങോട്ട് കാളി നെഞ്ചൊക്കെ കാളി ടെൻഷനായി, വയറിന്റെ ഉള്ളിൽ നിന്ന് ഗുളുഗുളു എന്തായി അന്നേരം ഞാൻ പറഞ്ഞു ഇത് എന്റെ ഒറിജിനലാണ്, നീ ഇതെന്താ ഇത് കൂടുതൽ വേറെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് വെച്ച് ഞാൻ. പിന്നെ ആളിങ്ങനെ ആലോചിച്ചിട്ട് സൈഡ് ഇട്ടോ എക്സാം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ നമുക്കിനി മുടി കെട്ടണം, ഇവക്കൊന്ന് പിരികത്തിന് അവിടെ എന്തോ ചെയ്യാണ്ട് പിന്നെ ഫോണിന്റെ സ്ക്രീൻ. അതെ, അപ്പൊ അത്രയും പണികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മൂവി പ്ലാൻ ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം. 4 ബേബി ബുദ്ധാസ് ആണ് ഇത്. നമ്മുടെ ആടുന്ന കരടിക്കുട്ടി ഒക്കെ ഇവളുടെ കലാവാസന. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ. പിന്നെ ഞങ്ങൾ നേരെ കയറിയത് പാർലറിലേക്കായിരുന്നു. എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു മെയിനായിട്ട്. അപ്പൊ അപ്പൂച്ചി എന്നെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവനും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു അവിടെ. മാത്രല്ല എനിക്ക് വേറെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ വെയിറ്റിംഗും പിന്നെ അതുപോലെ വേറെ സ്ഥലം തപ്പണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോ രണ്ടും അവിടെ നിന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളെ മെല്ലെ ഇറങ്ങി. പിന്നെ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കായിരുന്നു. ഹൈലൈറ്റിൽ നമുക്ക് പാർക്കിങ്ങിന് സ്പേസ് ഉള്ളിലേക്ക് അവര് കടത്തില്ല, എന്താ അറിയില്ല. പിന്നെ അവര് പുറത്തൊരു പറമ്പിലാണ് നിർത്തിയത്. അത് അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും പാർക്കിംഗ് ചാർജ് വാങ്ങുന്നില്ല. പിന്നെ എനിക്ക് ലാപ്പ് ഒന്ന് നോക്കാനുണ്ടായത്, എന്റെ ലിഡിന് എന്തോ പ്രോബ്ലം ഉണ്ടാവും നോക്കാനും കൂടെ വേണ്ടിട്ടാ. അകത്തെത്തിയപ്പോഴാണ് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. അതെ, പ്രൊമോഷൻ, ഫിലിം പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. സാഹസം ഓഡിയോ ലോഞ്ച് അതുപോലെ കണ്ടു. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇമാജിനില് വളരെ മോശം കസ്റ്റമർ സർവീസ് ആണ്. നിങ്ങളെ താഴെ കമന്റ് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായം എന്താ. പിന്നെ ഫുഡ് വന്നു, അത് കഴിച്ചു. നമുക്ക് ഫിലിമിന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. 7:30 ഷോ വന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കയറാന്ന് വിചാരിച്ചു. അപ്പൊ ഫുഡ് കഴിക്കുമ്പോ 7:30 ആവുന്ന നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഫുഡ് കഴിച്ച് കഴിയുമ്പോ ഏകദേശം 6 മണിക്കായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് ചോക്ലേറ്റ് ഫലൂദ, ഒരു മിനി ഫലൂദ ഓർഡർ ചെയ്തത്. പിന്നെ ഷവർമ, ഒരു ലൈക്ക് മെക്സിക്കൻ റോള് പോലത്തെ ഒരു ഷവർമയും പിന്നെ ഒരു പ്ലാറ്ററും ആയിരുന്നു പറഞ്ഞത്. പ്ലാറ്റർ നല്ലതായിരുന്നു, പക്ഷെ മെക്സിക്കൻ ഷവർമ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഫില്ലായി. ഒരു മന്തിയും കൂടി ആയാലോ. അതിനുശേഷം പിന്നെ കോൺസേർട്ട് തുടങ്ങി. കൺസേർട്ട് മീൻസ് നമ്മൾ ഓഡിയോ ലോഞ്ചിന്റെ ആ ഒരു ഫംഗ്ഷൻ തുടങ്ങി. അതിൽ അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു. ജീവ, മറ്റേ